Good morning, my dears. Then, previous ക്ലാസ്സുകളിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. Then next our topic is objectives of cost accounting. Cost accounting means ascertainment of cost. Costing means ascertainment of cost or techniques of ascertainment of cost. കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്സിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഓർ കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഫോർമൽ പ്രൊസീജിയറാണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Then next topic is objectives of cost accounting. Objectives of cost accounting. Objectives, it is the aim of cost accounting, preparation of how to prepare cost accounting. What are the main objectives of cost accounting? എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഫോർമൽ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ then first one is to ascertain the cost of production of goods manufactured. One of the important point, to ascertain the cost of production of goods manufactured. To ascertain the cost of production, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാകാവുന്ന അതിൻ്റെ ചിലവ് എത്രയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ് ഇത് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ടു അസർടെയിൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ടു അസർടെയിൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. To ascertain the cost of production, to provide cost data for fixation of selling price. അപ്പോൾ ആദ്യം ടു ascertain the cost of production എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കോസ്റ്റ് ആയിട്ടുണ്ട്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ദെൻ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അതർ ഓവർ ഹെഡ്സുകളെല്ലാം, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും കൂടെ, ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു അസർടെയിൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചിലവ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടു അസർടെയിൻ അല്ലെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതാണ് ഫസ്റ്റ് പോയിന്റ്, ടു അസർടെയിൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. സെക്കൻഡ് പോയിന്റ് ഈസ് ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, അതായത് ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്, അപ്പോൾ നമുക്കറിയാം പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതായത് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. എപ്പോഴും നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഡാറ്റാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഞാൻ 10 രൂപയാണ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എങ്കിൽ 2 രൂപ ലാഭിട്ട് 12 രൂപയ്ക്കാണ് നമ്മൾക്ക് വിൽക്കുക. അവിടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടോട്ടൽ കോസ്റ്റ് അറിഞ്ഞിരിക്കണം. ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 രൂപ ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ചിലപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് അതേ സെല്ലിംഗ് പ്രൈസ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ചില ക്രൈസിസ് ഒക്കെ ഉണ്ടാവാം ബിസിനസ്സിൽ. ആ ബിസിനസ് ക്രൈസിസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും സെല്ലിംഗ് പ്രൈസ് അവിടെ ഡിക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു പ്രോഫിറ്റ് മാർജിൻ എത്തണമെങ്കിൽ, ഒരു പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സിലൂടെ മാത്രമേ, ചിലവ് ചുരുക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം പ്രോഫിറ്റ് ഒരിക്കലും നമുക്ക് ലാഭം, അതായത് സെല്ലിംഗ് പ്രൈസ് കൂട്ടിയിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എപ്പോഴും എഫിഷ്യൻ്റായിട്ട് മാറണമെങ്കിൽ റിഡ്യൂസ് ദ എക്സ്പെൻസസ്, ചിലവ് നമ്മൾ ചുരുക്കിയേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറയുന്നത് ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ചില അവസരങ്ങളിലൊക്കെ ബിസിനസ് ഫേമുകളൊക്കെ വളരെ നല്ല ക്രൈസിസ് ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടെക്നിക്സ് പഠിക്കും, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്സ് പഠിക്കും. ആ മാർജിനൽ കോസ്റ്റിങ്ങിൽ, മാർജിനൽ കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഫുള്ളി കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പതിയെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കേണ്ടതായിട്ട് വരും. സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാലോ, 10 രൂപയാണ് ടോട്ടൽ കോസ്റ്റ്, 2 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 12 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ 12 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ലാഭം വിട്ട് കളയാണ് ചെയ്യുക. അപ്പോൾ 10 രൂപയിലേക്ക് വരും.
ആ 10 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം എന്താ, ചിലപ്പോൾ അത്രയും ക്രൈസിസ് ആണെങ്കിൽ വീണ്ടും വില കുറയ്ക്കേണ്ടതായിട്ട് വരും. ഹൈലി കോമ്പറ്റീഷനും ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും വില കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കുക, അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് പതുക്കെ ഫിക്സഡ് കോസ്റ്റ്, അത് നമുക്ക് മാർജിനൽ കോസ്റ്റും പഠിക്കുമ്പോൾ വ്യക്തമായിട്ടും പഠിക്കാം. വീണ്ടും വില കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ചിട്ട് ആ സമയത്ത് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെ ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ വ്യക്തമാക്കിയിരിക്കണം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള കോസ്റ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. Then third point is to provide analysis of cost by processes, operations or departments. തേർഡ് പോയിന്റ് എന്താണ്? ടു പ്രൊവൈഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ബൈ പ്രോസസ്, ഓപ്പറേഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, മെയിൻ എയിം ഓഫ് കോസ്റ്റ് അക്കൗണ്ടിൽ ടു പ്രൊവൈഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ബൈ പ്രോസസ്. ഓരോ പ്രോസസ്സിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കണം. അതായത് ഈ പ്രോഡക്റ്റ് കൊണ്ടുണ്ടാകാവുന്ന ലാഭം. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വരെയുള്ള കോസ്റ്റ് എത്രയാണ്. അപ്പോൾ പ്രൊവൈഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ബൈ പ്രോസസ്, ഓപ്പറേഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി നോക്കേണ്ടി വരും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് നോക്കേണ്ടി വരും, ഓരോ പ്രോഡക്റ്റ് ഓരോ പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ഒബ്ജക്റ്റീവാണ് ഇത്, ടു പ്രൊവൈഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ബൈ പ്രോസസ്, ഓപ്പറേഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് to disclose wastage of resources and suggest measures to reduce the wastage. ദെൻ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സിന്, ചിലവ് ചുരുക്കുക അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫോർത്ത് പോയിന്റിൽ ടു ഡിസ്ക്ലോസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ടു റെഡ്യൂസ് ദ വേസ്റ്റേജ്. നമുക്ക് വേസ്റ്റേജ് മിനിമൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ് ടു റെഡ്യൂസ് ദ വേസ്റ്റേജ്. അല്ലെങ്കിൽ നമ്മളത് സംയോജിപ്പിക്കുന്നതിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ടു ഡിസ്ക്ലോസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്, നമുക്ക് നഷ്ടം വരാനോ അല്ലെങ്കിൽ ലാഭം കുറയാനോ ഉണ്ടാകാവുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ധാരാളം വേസ്റ്റേജ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടു ഡിസ്ക്ലോസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സ്, എവിടെയൊക്കെയാണ് നമുക്ക് നഷ്ടം എവിടെയൊക്കെയാണ് വേസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ അവിടെ സജസ്റ്റ് മെഷേഴ്സ് ടു റിഡ്യൂസ് ദ വേസ്റ്റേജ്. ഇത്തരത്തിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വേസ്റ്റേജ് സംഭവിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ വാട്ട് ആർ ദി ടെക്നിക്സ് ടു റിഡ്യൂസ് ദ വേസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാനും കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ആണ്. കോസ്റ്റ് റിഡക്ഷൻ ആണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ടു ഡിസ്ക്ലോസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്, എവിടെയൊക്കെയാണ് നമുക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വേസ്റ്റ് എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ടു ഡിസ്ക്ലോസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആൻഡ് സജസ്റ്റ് പ്രോപ്പർ മെഷേഴ്സ് ടു റിഡ്യൂസ് ദ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് ശരിയായിട്ടുള്ള വേസ് ആൻഡ് മീൻസ് മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് സജസ്റ്റ് ചെയ്തിരിക്കണം. And fifth point is to ascertain the profit or loss of each product, process or department. മാത്രമല്ല ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് കണക്കാക്കുന്ന പോലെ തന്നെയാണ് ടു അസർടെയിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രോഫിറ്റോ ലോസോ അതുപോലെ തന്നെ പ്രോസസ്സോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പ്രോഫിറ്റോ ലോസോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. Then sixth point is to ascertain the profitability of each activity proposed to be carried out. To ascertain the profitability of each activity proposed to be carried out. ഓരോ ഇതിൻ്റെയും to ascertain the profitability of each activity proposed to be carried out. ഓരോന്നിൻ്റെയും പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്തിരിക്കണം. Then seventh point is to exercise control over different elements of cost. അവിടെ ടു എക്സസൈസ് കൺട്രോൾ ഓവർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഇനി കോസ്റ്റ് ഷീറ്റ് പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പഠിക്കും. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് അതർ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫാക്ടറി എക്സ്പെൻസസ് വരാം, ഓഫീസ് എക്സ്പെൻസ് വരാം, ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് എക്സ്പെൻസസ്,
എന്നൊക്കെ പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ആക്ടിവിറ്റി പ്രപ്പോസ് ടു ബി ക്യാരിഡ് ഔട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഓരോ എലമെൻറ്റിൻ്റെയും എന്ത് നോക്കണം, കൺട്രോൾ, ടു എക്സസൈസ് കൺട്രോൾ ഓവർ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഓരോ കോസ്റ്റിനെയും കൺട്രോൾ ചെയ്യണം, ഓരോ കോസ്റ്റും കുറയ്ക്കണം. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് റിഡക്ഷനിലൂടെ മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്, കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ഉപയോഗിക്കണം, കൺട്രോൾ ഓവർ ദി ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. Then eighth one is to help the management in decision making. To help the management in decision making, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാനേജ്മെൻറ്റിനെ സഹായിക്കണം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്, അതായത് എങ്ങനെയാണ് ഹൗ ടു പ്രിപ്പയർ ദ ദെൻ അവിടെ എന്താ ഹൗ ടു പ്രിപ്പയർ, എങ്ങനെയാണ് എന്താ സെല്ലിംഗ് പ്രൈസ്, എങ്ങനെയാണ് നമ്മൾ ഹൗ ടു കാൽക്കുലേറ്റ് ദ സെല്ലിംഗ് പ്രൈസ്, ദെൻ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ്, ഇതൊക്കെ തീരുമാനിക്കണം. ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ മാനേജ്മെൻറ്റിന് ശരിയായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മാനേജ്മെൻറ്റിനെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. Then ninth point is to help the management in the formulation and implementation of incentive wage scheme. അടുത്ത് പറയുന്നത് to help the മാനേജ്മെൻറ്റിനെ സഹായിക്കുക, to help the management in the formulation and implementation of incentive wage scheme. Then മാനേജ്മെൻറ്റിന് അതായത് നമ്മളിപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ മാത്രമാണ് ലേബേഴ്സിന് കൊടുക്കുന്ന സാലറി, എഫിഷ്യൻറ്റ് ലേബേഴ്സ് ആരാണ്, ഇൻഎഫിഷ്യൻറ്റ് ലേബേഴ്സ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻസെൻറ്റീവ് വേജ് സ്കീം. അതായത് ഡിഫറൻഷ്യൽ വേജ് റേറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതായത് ഇത്ര യൂണിറ്റിന് മേലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് ഇത്ര രൂപ, അതിന് താഴെ വരുന്ന ആൾക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സ് ആണ്. അപ്പോൾ ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻസെൻറ്റീവ് wage scheme. Then last point is to assist in the preparation of interim financial statement. To assist in the preparation of interim financial statement. അതായത് ഇടക്കാല ഇൻറ്ററിം എന്ന് പറയുമ്പോൾ എന്താ, ദെൻ ഇൻറ്ററിം എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ ഇയേഴ്സ്, അതായത് ഒരു വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻറ്ററിം റിപ്പോർട്ട്, ഇൻറ്ററിം ഡിവിഡൻഡ് എന്നൊക്കെ പറയും. അതായത് 6 മാസമൊക്കെ കൂടുമ്പോൾ ചെയ്യുന്നതിനെയാണ് ഇൻറ്ററിം എന്ന് പറയുന്നത്. ടു അസിസ്റ്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻറ്ററിം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നതാണ് ടു അസിസ്റ്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻറ്ററിം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ് കേട്ടോ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് പോയിന്റ് ഈസ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ടു പ്രൊവൈഡ് കോസ്റ്റ് ഡാറ്റ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക. ടു പ്രൊവൈഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ബൈ പ്രോസസ്, ഓപ്പറേഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ ഓപ്പറേഷൻസിൻ്റെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുക. ടു പ്രൊവൈഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ബൈ പ്രോസസ്സസ്, ഓപ്പറേഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. The next one is to disclose wastage of resources and suggest measures to reduce the wastage. And fifth one is to ascertain the profit or loss of each product, process or department. Then sixth point is to ascertain the profitability of each activity proposed to be carried out. And then seventh point is to exercise control over different elements of cost. And then eighth point is to help the management in decision making. Then ninth point is to help the management in the formulation and implementation of incentive wage scheme. Then last point is to assist in the preparation of interim financial statement. These are the objectives of cost accounting. Then next topic, functions of cost accounting. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ കോസ്റ്റ് ഓഫ് സർവീസസ് ഓർ കോസ്റ്റ് ഓഫ് ജോബ്. അപ്പോൾ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് നിങ്ങൾക്കറിയാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ ഫോർമൽ പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിങ് ടു അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സർവീസസ് ഓർ കോസ്റ്റ് ഓഫ് ജോബ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളുടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണെങ്കിൽ സർവീസിൻ്റെയും ഒക്കെ ഇത് കണക്കാക്കുക എന്ന് പറയുന്നതാണ്. ചിലവ് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
അല്ലേ? ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന്, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് പഠിച്ചു കഴിഞ്ഞു. ദെൻ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ദെൻ അവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഓർ പ്രോസസ് ഓർ പ്രോഡക്റ്റ്. അതായത് ഒരു ജോലിയുടെ ചില സർവീസ് ആവാം, ആ സർവീസസിന്, ഇപ്പോൾ സർവീസസ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് സർവീസസ്, ദെൻ ഈ പറയുന്ന പോലെ തന്നെ ടീച്ചിങ് ഒരു സർവീസാണ്, ഡോക്ടർ സർവീസാണ്. അങ്ങനെ ഓരോ ജോലിയുടെയും അതിൻ്റെ കോസ്റ്റ്, ആക്യുറേറ്റ് കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ അവിടെ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ദ അസർടൈൻമെൻറ്റ് ഓഫ് ആക്യുറേറ്റ് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്, പ്രോസസ് ഓർ പ്രോഡക്റ്റ്. ഒന്നുകിൽ ആ ഒരു ജോലിയുടെ, അല്ലെങ്കിൽ അത് ആ ഒരു പ്രോസസ്സിൻ്റെ, അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ, ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ദ അസർടൈൻമെൻറ്റ് ഓഫ് ആക്യുറേറ്റ് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്, പ്രോസസ് ഓർ പ്രോഡക്റ്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയണേ? ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അവിടെ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പോളിസീസ് മീൻസ് ജനറൽ ഗൈഡ് ലൈൻസ് പ്രിപ്പയർഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അല്ലേ? ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദെൻ പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് എ മാനേജ്മെൻറ്റ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. Then next one is it helps in fixing prices of goods and services. It helps in fixing prices of goods and services. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഒക്കെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് നോക്കാം. വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ അസർടൈൻമെൻറ്റ് ഓഫ് ആക്യുറേറ്റ് ജോബ്. Then accurate cost each job, process or product. Then second point is it helps the management in formulation of policies and decision making process. It helps the managementനെ സഹായിക്കുന്നു എന്ന് പറയാം. It helps the management in formulation of policies and decision making. Then next point is it helps in fixing prices of goods and services. It helps in fixing price of goods and services. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക. അവിടെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ വേസ്റ്റേജ് സംഭവിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ പറയുന്ന പോയിൻ്റ് എന്താണ്? ഇറ്റ് helps in optimum utilization of resources. Then fifth point is it provides useful data for the preparation of financial statement. It provides useful data for the preparation of financial statement. ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഡാറ്റ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. Then next one is it helps in cost control through techniques such as standard costing and budgetary costing. അപ്പോൾ കോസ്റ്റിങ്ങിന് നമ്മൾ പഠിക്കുന്ന വേറൊരു ടെക്നിക്സ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ഈസ് കോൾഡ് ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഏകദേശം ഇത്ര രൂപയാവും കോസ്റ്റ് എന്ന് കണക്കാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റും അതേസമയം ബഡ്ജറ്ററി കോസ്റ്റ് എന്ന് പറയുന്നതും അതെന്ത് തന്നെയാണ്? പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നതും പ്രീ പ്ലാൻ കോസ്റ്റുകളെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്ററി കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും അത് തന്നെയാണോ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാം. അവിടെ നമ്മൾ എന്താ പറയുക? കൺട്രോളിങ്ങിൽ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ നോക്കാം ഇവിടെ എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ ത്രൂ ടെക്നിക്സ് സച്ച് ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലൂടെയും ബഡ്ജറ്ററി കൺട്രോളിലൂടെയും ഒരു പരിധിവരെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കോസ്റ്റ് കമ്പാരിസൺ.
It helps to make interfirm and intrafirm comparison. Interfirm എന്ന് പറയുമ്പോൾ എന്താ പറയുക വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഇൻട്രാഫേം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ആണ് ഇൻട്രാഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കോസ്റ്റ് കമ്പാരിസൺ, കോസ്റ്റുകളെ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ 8th പോയിന്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം. ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക, അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എഫിഷ്യൻസി ഒക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അവർക്ക് ആവശ്യമായിട്ട് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാം. ആ ഇൻസെൻറ്റീവ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് എത്രമാത്രം ഈ ഒരു കോസ്റ്റ് സ്ട്രക്ചറൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടോ എന്ന് അറിയുള്ളൂ. അപ്പോൾ അവിടെ എന്തിനെ സഹായിക്കുന്നു? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം. The next one is it provides cost data to government department and trade union. It provides cost data to government department and trade union. Government departmentനോ ട്രേഡ് യൂണിയൻസിനോ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ what are the functions of cost accounting? First point is cost accounting helps in ascertainment of accurate cost of each job, process or product. Second point is it helps the management in formulation of policies and decision making. Then third point, it helps in optimum utilization of resources. Then it helps in fixing prices of goods and services, and it provides useful data for the preparation of financial statement. Then it helps in cost control through techniques such as standard costing and budgetary control. Then 7th point is it helps to make interfirm and intrafirm cost comparison. It helps in the implementation of incentive wage system, and it provides cost data to government department and trade unions. അപ്പോൾ ദെൻ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് വൺ ഈസ് what are the objectives of cost accounting, and second one is what are the functions of cost accounting. Then next one, advantages of cost accounting. Next topic, advantages of cost accounting. Cost accounting is a specialized branch of accounting, provides immense benefit to different sections of people related to organization. It provides advantages to the management, the employees, creditors, the government and to the general public. അവിടെ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് അഡ്വാൻറ്റേജസ് ടു ദ മാനേജ്മെൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം. ആൻഡ് എംപ്ലോയീസ്, തൊഴിലാളികൾക്ക് അതുകൊണ്ടുണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് എന്താണ്. ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, ഇതിനൊക്കെ ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ജനറൽ പബ്ലിക്കിനൊക്കെ ഉണ്ടായേക്കാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അവിടെ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇമ്മെൻസ് ബെനിഫിറ്റ് ടു ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് അഡ്വാൻറ്റേജസ് ടു ദ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് ആൻഡ് ജനറൽ പബ്ലിക്. First point, first classification, advantages of cost accounting to management. മാനേജ്മെൻറ്റിന് അതുകൊണ്ടുണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഇൻ എ ക്ലാസിഫൈഡ് മാനർ. മാനേജ്മെൻറ്റിനെ കോസ്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് തലത്തിൽ നിന്ന് കോസ്റ്റിനെ കുറിച്ച് മാനേജ്മെൻറ്റിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഇൻ എ ക്ലാസിഫൈഡ് മാനർ. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഇൻ എ ക്ലാസിഫൈഡ് മാനർ. Second one is cost accounting reveals profit or loss of each product, service or job separately. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് വ്യക്തമായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റോ ലോസോ
അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെയോ ഒരു ജോബിൻ്റെയോ പ്രോഫിറ്റ് ലോസോ വ്യക്തമായിട്ട് മാനേജ്മെൻറ്റിന് ഇന്ന പ്രോഡക്റ്റാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റാണ് ഏറ്റവും നഷ്ടമുള്ളത് ഇന്ന പ്രോഡക്റ്റാണ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ സെക്കൻഡ് പോയിന്റ് ഇതാ ശ്രദ്ധിക്കേണ്ടത്, കോസ്റ്റ് അക്കൗണ്ടിങ് റിവീൽസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, സർവീസ് ഓർ ജോബ് സെപ്പറേറ്റ്ലി. Then third point is cost accounting helps the management to measure, maintain and improve its performance. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ടു ദ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു എന്തിനാ, ടു മെഷർ, മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് പെർഫോമൻസ്. മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു മെഷർ, മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് പെർഫോമൻസ്. അതിൻ്റെ പെർഫോമൻസ് ഒന്നുകൂടെ മാക്സിമൈസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. Then fourth point is cost accounting helps the management to know the exact cause of profit or loss. അതായത് ലാഭവും നഷ്ടവും സംഭവിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് കോസ്റ്റ് സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്റ്റിൽ ഫിക്സ് എല്ലാ കോസ്റ്റിനെയും നമ്മൾ വ്യക്തമായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു നോ ദ എക്സാക്ട് കോസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. Then fifth point is cost accounting supplies accurate cost information and thereby helps the management in fixing selling price. Cost accounting supplies accurate cost information and thereby helps the management in fixing selling price. Then sixth point is cost accounting helps the management in decision making. Cost reports enable the management to choose the best alternative. But cost accounting helps the management in decision making process. Cost accounting helps the management in decision making. Cost reports enable the management to choose best alternative. അതായത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, കോസ്റ്റ് റിപ്പോർട്ട് ഏതാണെന്ന് ചൂസ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു നോ ദ എക്സാക്ട് കോസസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. Cost accounting supplies accurate cost information and thereby help the management in fixing selling price. Then sixth point is cost accounting helps the management in decision making. Cost reports enable the management to choose the best alternative. Then seventh point is cost accounting helps to identify profitable and unprofitable activities and to take steps to eliminate, to reduce or unprofitable ones. പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റുകളെ ഒഴിവാക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളെ ഒഴിവാക്കുന്നതിനായിട്ടോ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ profitable and unprofitable activities and to take steps to eliminate, reduce the unprofitable ones. Then eighth point is cost accounting provides cost data for comparing cost in different department, process and in different periods. Cost accounting provides cost data for comparison for cost different department. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനെ, ഫോർ കമ്പാരിസണ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നയൻത്ത് പോയിന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ പ്രിപ്പയറിംഗ് ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻസ്. അതായത് ഇപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻസ്. അതായത് പർച്ചേസ് ഓർഡറുകളൊക്കെ എടുക്കും, മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പർച്ചേസ് റിക്വസിഷൻ പ്രൊസീജിയറൊക്കെ ഉണ്ട്. എല്ലായിടത്തും നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ പ്രിപ്പയറിംഗ് ടെൻഡർ വിളിക്കുക എന്ന് പറയും. അപ്പോൾ അവിടെ ടെൻഡർ കൊടുക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ വർക്ക് ഏറ്റെടുക്കാനായിട്ട് ടെൻഡർ നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ പ്രിപ്പയറിംഗ് ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻസ്. Then 11th point is cost accounting helps the management to achieve cost control by exercising control over different elements of cost such as material, labor and expenses. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു അച്ചീവ് കോസ്റ്റ് കൺട്രോൾ by exercising cost over different elements of cost such as material, labor and expenses. 12th point is cost accounting guides the management in formulating future production policies. ഫ്യൂച്ചറിൽ ഭാവിയിൽ എന്തുമാത്രം പ്രൊഡക്ഷൻ പോളിസീസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫോർമുലേറ്റിംഗ് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പോളിസീസ്. ദെൻ cost accounting helps the management to check the accuracy of financial accounts by reconciling financial profit with costing,
with costing profit. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്. ആ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ബൈ റീകൺസിലിംഗ് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് വിത്ത് കോസ്റ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്. സെക്കൻഡ് പോയിന്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് കൊടുക്കുന്ന അഡ്വാൻറ്റേജസ് ഏതൊക്കെയായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് റിഡ്യൂസസ് ഓൾ സോർട്ട് ഓഫ് വേസ്റ്റേജ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ് ആൻഡ് ദെയർബൈ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് reduce all sort of wastage and inefficiencies and thereby improve the productivity of employees. എന്നുള്ളത് എന്താ വെച്ചാൽ ഓൾ സോർട്ട് ഓഫ് വേസ്റ്റേജ്, എല്ലാ തരത്തിലും വേസ്റ്റേജ് മിനിമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് ദെയർബൈ ഇംപ്രൂവിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് cost accounting introduce a sound wage policy in an organization. ആ ഓർഗനൈസേഷനെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൗണ്ട് വേജ് പോളിസി, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് എ സൗണ്ട് വേജ് പോളിസി ഇൻ ആൻ ഓർഗനൈസേഷൻ. Then third point is cost accounting introduce incentive wage scheme and bonus plans. It recognize and rewards the efficiency of workers. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ഇൻസെൻറ്റീവ് വേജ് സ്കീം, ഒരു പുതിയ ഇൻസെൻറ്റീവ് വേജ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് റിക്കഗ്നൈസ് ആൻഡ് റിവാർഡ്സ് ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. ആൻഡ് ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ലീഡ്സ് ടു ലോവർ കോസ്റ്റ് ആൻഡ് ഹയർ പ്രോഫിറ്റ്. കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രോഫിറ്റ്. Cost accounting leads to lower cost and higher profit. Workers are paid higher bonus on basis of profit. Then cost accounting leads to prosperity and stability of business which offers job security to the workers. അപ്പോൾ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ലീഡ്സ് ടു പ്രോസ്പെരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഒരു പ്രോസ്പെരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ട്സ് ലീഡ്സ് ടു പ്രോസ്പെരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബിസിനസ് വിച്ച് ഓഫേഴ്സ് ജോബ് സെക്യൂരിറ്റി ടു ദ വർക്കേഴ്സ്. അപ്പോൾ എംപ്ലോയീസിന് കോസ്റ്റ് അക്കൗണ്ടിങ് മൂലം ഉണ്ടാകാവുന്ന ഇറ്റ് ഇൻട്രൊഡ്യൂസ് സൗണ്ട് വേജ് പോളിസി, അതായത് ഏറ്റവും നല്ല വേജ് പോളിസി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് എ സൗണ്ട് വേജ് പോളിസി. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ഇൻസെൻറ്റീവ് വേജ് സ്കീം ആൻഡ് ബോണസ് പ്ലാൻസ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ലീഡ്സ് ടു ലോവർ കോസ്റ്റ് ആൻഡ് ഹയർ പ്രോഫിറ്റ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ introduce incentive wage scheme. Cost accounting leads to lower cost and higher profit. Cost accounting leads to prosperity and stability of business. ഒരു ബിസിനസ്സിൻ്റെ പ്രോസ്പെരിറ്റിയോ സ്റ്റെബിലിറ്റിയോ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ടു എംപ്ലോയീസ്. അപ്പോൾ ലീഡ്സ് ടു ലോവർ കോസ്റ്റ്, ഹയർ പ്രോഫിറ്റ്, prosperity, good sound wage, introducing sound wage pattern, sound wage policy. And the cost accounting reduces all sort of wastage and inefficiencies, thereby improve the productivity. Then next topic is advantages to creditors. ക്രെഡിറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആർക്കാണ് നമ്മൾ പൈസ കടം കൊടുക്കാനുള്ളത്? ദെൻ അവരെയാണ് ക്രെഡിറ്റേഴ്സ്. സപ്ലയേഴ്സ് ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സിലെ cost accounting records enable the creditor to ascertain the solvency and credit worthiness of the business. കോസ്റ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ, അതിൻ്റെ ഷീറ്റുകൾ, കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എനേബിൾ ദ ക്രെഡിറ്റേഴ്സ് ടു അസർട്ടൈൻ ദ സോൾവൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ ബിസിനസ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എനേബിൾ ദ ക്രെഡിറ്റേഴ്സ് ടു അസർട്ടൈൻ ദ സോൾവൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ ബിസിനസ്. ആ ഫേമിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എനേബിൾ ദ ക്രെഡിറ്റേഴ്സ് ടു അസർട്ടൈൻ ദ സോൾവൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ ബിസിനസ്. Then second point is cost accounting records helps the creditor to assess the profitability and future prospect of the business.
അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, സപ്ലയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താ നോക്കുക, ഈ സ്ഥാപനത്തിന് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എനേബിൾ ദ ക്രെഡിറ്റേഴ്സ് ടു അസർട്ടൈൻ ദ സോൾവൻസി, നമ്മുടെ സ്ഥാപനത്തിൻ്റെ സോൾവൻസി അല്ലെങ്കിൽ ക്രെഡിറ്റ് ബിസിനസ് റിവീൽ ചെയ്ത് കൊടുക്കാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Cost accounting records help the creditors to assess the profitability and future prospect of the business. ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then cost accounting records helps the creditors to assess the profitability and future prospect of the business. Then third point is cost accounting records help the creditors to verify whether the loans given are productively employed or not. കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ശരിയായിട്ട് തന്നെ കോസ്റ്റ് അവിടേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഹെൽപ്സ് ദ ക്രെഡിറ്റേഴ്സ് ടു വെരിഫൈ വെദർ ദ ലോൺ ഗിവൺ ആർ പ്രൊഡക്റ്റീവ്ലി എംപ്ലോയിഡ് ഓർ നോട്ട്. ഒരു 5 ലക്ഷം രൂപ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിലേക്ക് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് അത് ചാനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അവിടെ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഹെൽപ്സ് ദ ക്രെഡിറ്റേഴ്സ് ടു വെരിഫൈ വെദർ ദ ലോൺ ഗിവൺ ആർ പ്രൊഡക്റ്റീവ്ലി എംപ്ലോയിഡ് ഓർ നോട്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ലോൺ പ്രൊഡക്റ്റീവ് യൂട്ടിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. Then fourth point is cost accounting leads the business prosperity and stability, which in turn provides higher safety to fund for creditors. എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ലീഡ്സ് ടു ബിസിനസ് പ്രോസ്പെരിറ്റി. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? കോസ്റ്റ് അക്കൗണ്ടിങ് ലീഡ്സ് ടു ബിസിനസ് പ്രോസ്പെരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, വിച്ച് ഇൻ ടേൺ പ്രൊവൈഡ് ഹയർ സേഫ്റ്റി ടു അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്റിന് അതുകൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതായത് കോസ്റ്റ് ഷീറ്റ് കൊണ്ട് ഗവൺമെൻറ്റിന് ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഹെൽപ്സ് ദ ഗവൺമെൻറ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് സച്ച് ആസ് പ്രൈസിംഗ് പോളിസീസ്, ടാക്സേഷൻ പോളിസീസ്, foreign trade policies, wage policies, etc. But advantages to government: cost accounting helps the government in formulating policies such as pricing policies. അതായത് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ദ ഗവൺമെൻറ് ഫോർമുലേറ്റിംഗ് പോളിസീസ്, അതായത് പ്രൈസിംഗ് പോളിസി, ടാക്സേഷൻ പോളിസി, ഫോറിൻ ട്രേഡ് പോളിസീസ്, വേജ് പോളിസീസ്, ഇതൊക്കെ വ്യക്തമാക്കി കൊടുക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ടാണ് ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഹെൽപ്സ് ദ ഗവൺമെൻറ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് സച്ച് ആസ് പ്രൈസിംഗ് പോളിസീസ്, taxation policies, foreign trade policies and wage policies, etc. Then second point is cost accounting data is helpful to government in preparation of budget and national economic plans. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നാഷണൽ എക്കണോമിക് പ്ലാൻസ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് സച്ച് ആസ് പ്രൈസിംഗ് പോളിസീസ്, ടാക്സേഷൻ പോളിസി, ഫോറിൻ ട്രേഡ് പോളിസീസ്, വേജ് പോളിസീസ്, etc. Cost accounting data is helpful to the government in preparation of budget and national economic policies. Then third point is cost accounting helps the government department to assess excise duty, sales tax, income tax, etc. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അസസ് എക്സൈസ് ഡ്യൂട്ടി, ടു സെയിൽസ് ടാക്സ് ഡ്യൂട്ടി, ഇൻകം ടാക്സ് ഡ്യൂട്ടി, ഈ ഡ്യൂട്ടിയിലൂടെയൊക്കെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഹെൽപ്പ് ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഈസ് ഹെൽപ്ഫുൾ ടു ദ ഗവൺമെൻറ് ഇൻ സെറ്റിംഗ് ലേബർ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് വേജസ്, ബോൺസ്, എക്സെട്ര. അതായത് ഇത്തരത്തിൽ വരുന്ന ഡിസ്പ്യൂട്ടുകൾ, അതായത് വേജിനെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ടുകളോ ബോണസിനെ കുറിച്ചുള്ള ലേബർ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് വേജസ്, ബോണസ്, എക്സെട്ര, ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളെ ഇല്ലാതെയാക്കാനായിട്ട് കോസ്റ്റ് ഷീറ്റ്, അതായത് കോസ്റ്റ് ഡാറ്റ ഈസ് ഹെൽപ്ഫുൾ ടു ദ ഗവൺമെൻറ് ഇൻ സെറ്റിംഗ് ലേബർ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് വേജസ്, ബോൺസ്, എക്സെട്ര. Bonus, etc. Then fifth point is cost accounting helps the government to effectively manage and improve the performance of public sector undertaking. Cost accounting helps the government in effectively manage the improve and performance of public sector undertaking. Then last point is last heading അഡ്വാൻറ്റേജസ് ടു ജനറൽ പബ്ലിക്കിന് ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് റിഡ്യൂസ് ദ വേസ്റ്റേജ് ആൻഡ് ദെർബൈ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ജനങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ടു റിഡ്യൂസ് ദ വേസ്റ്റേജ്, ദെൻ റിഡ്യൂസ് ദ വേസ്റ്റേജ് ടു റിഡ്യൂസ് ദ
price of cost of production, reduce the cost of production. This enables the companies to sell quality goods at lower price to the people. അങ്ങനെയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് എ ഫീലിംഗ് ടു ദ കൺസ്യൂമേഴ്സ് ദാറ്റ് ദ പ്രൈസസ് ചാർജ്ഡ് ആർ റീസണബിൾ. Cost accounting system provides a feeling to the consumers that the price charged are reasonable. Then third point is cost accounting facilitate production is better method of production which helps to provide improved product to the people. Cost accounting improves the quality of industries which result in increased employment opportunities. Cost accounting helps to curb inflation through continuous effort on cost control and cost reduction. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, സൊസൈറ്റിയിലേക്ക് ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് റിഡ്യൂസസ് വേസ്റ്റേജ് ആൻഡ് ദെയർ ബൈ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ റീസണബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ബെറ്റർ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. Cost accounting improve the profitability of industries which result in increased employment. It creates more employment opportunities. Cost accounting helps to curb inflation through continuous effort on cost control and cost reduction. അവിടെ ഇൻഫ്ലേഷൻ പീരീഡിനെ കട്ട് ചെയ്യാനായിട്ട് എക്കണോമിക്സിൽ കഴിയുന്നുണ്ട്. ദെൻ ഇൻഫ്ലേഷൻ ത്രൂ കണ്ടിന്യൂസ് എഫർട്ട് ഓൺ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ഇത്രയാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദി, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി, 3 ഹെഡ്സാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. Then objectives of financial accounting, functions of financial accounting and advantages of financial accounting. ഏതൊക്കെ എടുത്തിരിക്കുന്ന ടോപ്പിക്ക്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അതിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉണ്ടാക്കാവുന്ന നേട്ടങ്ങളെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റീവ്സിലെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, കൺട്രോൾ ഓവർ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആൻഡ് ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ടു അസിസ്റ്റ് ഇൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻ്ററിം then preparation of interim financial statement. These are the objectives of cost accounting. Then functions of cost accounting. Cost accounting ഒരു 8-10 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. Cost accounting helps in ascertaining of accurate cost of each job. It helps in optimal utilization of resources. It helps in fixing prices of goods and services. It helps to make inter-firm and intra-firm comparison. It helps in the implementation of incentive wage system. It provides cost data to the government, department and trade union. അഡ്വാൻറ്റേജസ് എടുക്കുമ്പോൾ അഡ്വാൻറ്റേജസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ദെൻ അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്, അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്, ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ടു എംപ്ലോയീസ്, അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഗവൺമെൻറ് ആൻഡ് ഓൾസോ ജനറൽ പബ്ലിക്. ഇവർക്കൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.